നമസ്കാരം. അമേരിക്കയുടെ തകർക്കപ്പെട്ട F-35 യുദ്ധവിമാനത്തിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വന്ന രണ്ടാമത്തെ എയർമാനെയും രക്ഷപ്പെടുത്തിയ വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളിലും വളരെ വിശദമായുണ്ട്. നമ്മളെല്ലാവരും വായിച്ചതുപോലെ ആ F-35-ൽ 2 പൈലറ്റുമാർ, ഒരാൾ പൈലറ്റാണ്, ഒരാൾ വെപ്പൺ ഓഫീസറാണ്. വെപ്പൺ ഓഫീസർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അയക്കേണ്ട മിസൈലുകൾ, ബോംബുകൾ, അതിൻ്റെയൊക്കെ ചാർജുള്ള ഓഫീസറാണ്. അങ്ങനെ 2 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അത് തകർക്കപ്പെട്ട് വീണത് ഇറാൻ്റെ തെക്ക് പടിഞ്ഞാറ് മേഖലയിലുള്ള പർവ്വത മേഖലയിലാണ് അത് തകർന്നു വീണത്. ഒരു ഇറാഖിൻ്റെ അതിർത്തിയോട് ചേർന്ന് വരുന്ന ഭാഗമാണ്, പർവ്വത പ്രദേശങ്ങളാണ്. ധാരാളം ജനവാസമുള്ള മേഖലയൊന്നും അല്ലാതെ മലവാസികളായിട്ടുള്ള ആളുകളുണ്ട്, നൊമാഡിക് ആയിട്ടുള്ള ആളുകളുണ്ട്. അതാണ് അവിടെ. അങ്ങനെ കണ്ടമാൻ ആളുകളില്ല, വളരെ കുറവാണ്. മലമേഖലയാണ്, ദുർഘടമായ പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്താണ് വിമാനം തകർക്കപ്പെട്ട് വീണത്. ഇപ്പോൾ ഈ 2 ഓഫീസർമാരും ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ ആളെ ഈ വിമാനത്തിൻ്റെ കൂടെ തന്നെ, ഇത്തരം വിമാനങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും റെസ്ക്യൂ ഓപ്പറേഷനോ ടീമുകളുണ്ടാവും. കാരണം ഇതെപ്പോഴും ഒരു യുദ്ധമേഖലയിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. അവിടെ പ്രവേശിക്കുന്ന ഏത് വിമാനവും ആക്രമിക്കപ്പെടാനും അതിലെ ക്രൂ മെമ്പേഴ്സ് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത 100% അപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യതയിലാണ് യുദ്ധവിമാനത്തിൽ പോകുന്ന ആൾ. നമുക്കറിയാം, ആരാണെങ്കിലും എതിർ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങളുമായി തൊട്ട് പുറകെ ആളുകളുണ്ടാവും. അങ്ങനെ തൊട്ട് പുറകെ പോയിട്ടുള്ള റെസ്ക്യൂ ടീം പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ പറ്റി. കാരണം അദ്ദേഹം ഇജക്റ്റ് ചെയ്ത് വീണ സ്ഥലം പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. രണ്ടാമത്തെ ആളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹത്തെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം താഴെ വീണത് എവിടെയാണെന്നുള്ളത് സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് പോലെ ഇവരൊക്കെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. ഈ പൈലറ്റുമാരും അങ്ങനെ തന്നെയാണ്, എക്സ്ട്രീംലി ട്രെയിൻഡ് ആണ്. ഒരു ശത്രു മേഖലയിൽ വീണ് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണം എന്നതിനെ സംബന്ധിച്ച് അവർക്ക് പരിപൂർണമായിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. അതിൽ ആദ്യത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് എവിടെയാണോ വിമാനം തകർന്നു വീണ് അവിടെ നിന്ന് പരമാവധി അകലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും ശത്രു ഫോഴ്സ്, ഇറാനിയൻ പട്ടാളം വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു തപ്പ് ഈ തകർന്ന വിമാനത്തിൻ്റെ ചുറ്റുവട്ടത്തിലാണ്. പരിക്കേറ്റ് കിടക്കുന്നുണ്ടോ, മരിച്ചു കിടക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ആദ്യമേ നോക്കുക. അപ്പോൾ അവിടെ നിന്ന് പരമാവധി ദൂരേക്ക് പോവുക. അങ്ങനെ പരമാവധി ദൂരേക്ക് മാറി പർവ്വതത്തിലേക്ക് കയറി ഒളിച്ചൊളിച്ച് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവുന്നത് ഒരു റിവോൾവർ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ യൂണിഫോമിൻ്റെ ഭാഗമാണ്. യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് റിവോൾവർ ഉണ്ടാവും. അവർ എവിടെയാണോ ഉള്ളത് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു സിഗ്നൽ സംവിധാനം ഉണ്ടാവും. കൂടാതെ റേഡിയോ മെസ്സേജസ് അയക്കാനുള്ള വോക്കി ടോക്കി പോലത്തെ ഒരു സംവിധാനം ഉണ്ടാവും. അതുകൂടാതെ ഒരു 48 മണിക്കൂർ റേഷൻ എന്നാണ് അതിന് പറയുന്നത്. കുറച്ച് സമയത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, വെള്ളം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതാനും ദിവസങ്ങൾ ഇതവരുടെ ഡ്രസ്സിൻ്റെ ഭാഗമാണ്, യൂണിഫോമിൻ്റെ ഭാഗമാണ്. ഇജക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അടക്കമാണ് പുറത്തേക്ക് വരിക, ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞ് ഇദ്ദേഹം ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇദ്ദേഹം പർവ്വതത്തിലേക്ക് ഒളിച്ചു. പക്ഷേ ഇദ്ദേഹം ഒരു SOS മെസ്സേജ് അയച്ചു. SOS മെസ്സേജ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ജീവൻ അപകടത്തിലാവുന്ന സമയത്ത് എയറിലോ അല്ലെങ്കിൽ നേവൽ ഫീൽഡിലോ ഉള്ള ആളുകൾ അയക്കുന്ന സംവിധാനമാണ് സേവ് അവർ സോൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അദ്ദേഹം അയച്ച SOS മെസ്സേജ് ഗോഡ് ഈസ് ഗുഡ് എന്നാണ്. ഗോഡ് ഈസ് ഗുഡ് എന്ന മെസ്സേജാണ്. അത് അമേരിക്കൻ സേനയ്ക്ക് അപ്പം തന്നെ കിട്ടിയിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇറാനിയൻ ഫോഴ്സിൻ്റെ പിടിയിലായി എന്നൊരു വാർത്ത ഇറാൻ ആദ്യം തന്നെ പുറത്തുവിട്ടിരുന്നു. അപ്പം ഇറാൻ ടീമിൻ്റെ, ഇറാൻ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ IRGCയുടെ പിടിയിൽപ്പെട്ട ഇദ്ദേഹത്തെ കൊണ്ട് അവർ തെറ്റായ മെസ്സേജ് അയപ്പിച്ചതാണ് എന്നാണ് അമേരിക്ക വിചാരിച്ചത്. കാരണം റെസ്ക്യൂ ചെയ്യാൻ പോകുന്ന ആളുകളെ കൂടി പിടിച്ച് അവരുടെ കയ്യിലാക്കാം എന്നുള്ള ഒരു വിചാരത്തോടെ. അപ്പോൾ അതങ്ങനെയല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് റെസ്ക്യൂ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം തകർന്നു വീണ് ഏകദേശം 48 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇദ്ദേഹം പർവ്വത പ്രദേശത്ത് ഏകദേശം 7000 അടി എന്ന് പറഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്ററോളം ഈ പർവ്വതത്തിൽ അദ്ദേഹം ഉയരേക്ക് കയറി അദ്ദേഹം സുരക്ഷിതമായ സ്ഥലത്ത് ഒളിച്ചിരുന്ന ശേഷമാണ് അദ്ദേഹം സിഗ്നൽ അയച്ചിട്ടുള്ളത്. ഈ സിഗ്നൽ തന്നെ ഓപ്പോസിറ്റ് ഫോഴ്സ്, അതായത് ഇറാനിയൻ ഫോഴ്സ് ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹം സിഗ്നൽ ഉപയോഗിക്കാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള റേഡിയോ മെസ്സേജിങ് സംവിധാനം ഉപയോഗിച്ച് എൻസ്ക്രിപ്റ്റഡ് മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. എൻസ്ക്രിപ്റ്റഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് റിസീവ് ചെയ്താൽ US മാത്രമേ ഇത് വായിക്കാൻ പറ്റുള്ളൂ. അത് എവിടെയാണെന്നുള്ള ലൊക്കേഷൻ വായിക്കണേ US മാത്രമേ പറ്റുള്ളൂ, മറ്റവർക്ക് സാധിക്കില്ല. അതിനാണ് എൻസ്ക്രിപ്റ്റഡ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ എൻസ്ക്രിപ്റ്റഡ് മെസ്സേജ് വഴി അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ സൂചിപ്പിച്ചു കൊടുക്കുകയും ഏതാണ്ട് 36 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ സ്പോട്ട് ചെയ്തതിന് ശേഷം അത് പ്രസിഡൻറ്റിനെ അറിയിച്ച് പ്രസിഡൻറ്റിൽ നിന്ന് സ്പെഷ്യൽ ഉത്തരവ് അനുസരിച്ചാണ് ഈ റെസ്ക്യൂ ടീം വരുന്നത്. കാരണം റെസ്ക്യൂ ടീം പ്രസിഡൻറ്റ് നേരിട്ട് ഉത്തരവിട്ടാൽ മാത്രമാണ് ഇത്തരം ഒരു ഓപ്പറേഷന്, ഒരു ഡിലേഡ് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത് പ്രസിഡൻറ്റ് നേരിട്ടുള്ള ഉത്തരവ് വഴി മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഈ റെസ്ക്യൂവിന് പോകുന്ന ആളുകൾ എനിമി ഫോഴ്സിൻ്റെ കയ്യിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിശ്ചയമായിട്ടും അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ അവരെ വെച്ചുകൊണ്ടാണ് പിന്നീട് ഇവരെ വില വീശുക. അതുകൊണ്ട് തന്നെ പ്രസിഡൻറ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ മാത്രമേ
ഒരു ഡിലേഡ് ആയിട്ടുള്ള റെസ്ക്യൂ ഫോഴ്സിന് പോകാനാവും. അങ്ങനെ ഡിലേഡ് ആയിട്ടുള്ള എയർഫോഴ്സ് വന്നു. ആ ഫോഴ്സിനെ സംബന്ധിച്ചുള്ള മിനിമം എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: ദ റെസ്ക്യൂ മിഷൻ ഇൻവോൾവ്ഡ് ഹൺഡ്രഡ്സ് ഓഫ് സ്പെഷ്യൽ ഓപ്പറേഷൻ പേഴ്സണൽ, dozens of aircraft, and what officials described as cyber, space, and intelligence capabilities working in coordination. The Naval SEAL Team 6, the same unit that conducted Operation Neptune Spear, in which Al-Qaeda leader Osama bin Laden was killed in Abbottabad, Pakistan, in 2011, carried out the extraction. The SEALs were supported by US Air Force men and multiple layers of combat support for cover and evasion. എന്നാണ് ഇതിൻ്റെ ഒരു മിനിമം ഡിസ്ക്രിപ്ഷൻ. അതായത് നൂറുകണക്കിന് റെസ്ക്യൂ ടീമിന് നൂറുകണക്കിന് സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള പട്ടാളക്കാരാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. നേവിയുടെ സീൽ ടീം 6 എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആ വിഭാഗം തന്നെയാണ് പണ്ട് ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ പോയിട്ട് പൊക്കിയെടുത്ത് കൊന്ന് കശാപ്പ് ചെയ്ത ടീമാണ് ഇവർ. അപ്പം ആ ടീം തന്നെയാണ് ഇവർ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോയ ആ ടീം. ആ ടീമിനെ എയർഫോഴ്സിൻ്റെ വലിയൊരു സംഘം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഡസൻസ് ഓഫ് എയർക്രാഫ്റ്റ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കോമ്പാറ്റ് സപ്പോർട്ടോടെയാണ് ഈ സംഗതി നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഡസൻസ് ഓഫ് എയർക്രാഫ്റ്റ് വിത്ത് മോസ്റ്റ് ലീത്തൽ വെപ്പൺസ്, ഏറ്റവും മാരകമായ ആയുധങ്ങളുമായിട്ടാണ് ഈ എയർക്രാഫ്റ്റുകൾ പോയിരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡീപ്പ് ഇൻ എനിമി ടെറിട്ടറി. ഏകദേശം 500 മുതൽ 800 കിലോമീറ്റർ വരെ എനിമിയുടെ ടെറിട്ടറിയുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അതിനെ സംബന്ധിച്ച് ട്രംപ് പറഞ്ഞത് വി വിൽ നെവർ ലീവ് ആൻ അമേരിക്കൻ വാർ ഫൈറ്റർ ബിഹൈൻഡ് എന്നാണ്. വി വിൽ നെവർ ലീവ് ആൻ അമേരിക്കൻ വാർ ഫൈറ്റർ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ പട്ടാളക്കാരനെ ജീവനോടെയോ മരിച്ചോ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ പട്ടാളം പിന്തിരിയുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർക്കും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനും ഉറപ്പ് കൊടുത്തത്. അപ്പോൾ അവരുടെ രാജ്യം ഏത് തരത്തിലാണ് ഒരു പട്ടാളക്കാരനെ സംരക്ഷിക്കുവാൻ വേണ്ടി എടുക്കുന്ന റിസ്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ ഈ ഇറാനിലെ തന്നെ സൗതേൺ ഇസ്ഫാൻ പ്രോവിൻസിലുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട എയർഫീൽഡും ഈ അമേരിക്കൻ സേന ഉപയോഗിച്ചതായി വിവരം വരുന്നുണ്ട്. അമേരിക്കൻ സേനയുടെ വിമാനങ്ങൾ എയർഫീൽഡ് ഇറങ്ങിയിട്ടാണ് ഈ ഓപ്പറേഷൻസിലേക്ക് അവർ തിരിഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതിനിടയിലൂടെ C-30 ഫ്ലൈറ്റുകൾ 2 അതിൽ നിന്ന് പൊന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അത് അവർ തകർത്ത് കളയുകയും ചെയ്തതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് അമേരിക്കൻ സേന പുറത്തുവിട്ടിട്ടുള്ള വാർത്തയല്ല, വാർത്താ ഏജൻസികൾ റോയിറ്റേഴ്സ് അടക്കം കൺഫേം ചെയ്തിട്ടുള്ളൊരു വാർത്തയാണിത്. അപ്പോൾ ഇതിനെ തങ്ങൾ ഈ സെർച്ച് ഓപ്പറേഷനുമായി വന്ന നിരവധി ഹെലികോപ്റ്ററുകളും C-130 ഒക്കെ ഞങ്ങൾ തകർത്തു എന്ന് ഇറാൻ വീരവാദം മുഴക്കുന്നുണ്ട്. എന്തായാലും ശരി, അവരുടെ രാജ്യത്തിറങ്ങിയ 2 പൈലറ്റുമാരെയും കൂളായിട്ട് അമേരിക്ക പൊക്കിക്കൊണ്ട് പോയി എന്നുള്ളതൊരു വസ്തുതയാണ്. പിടിച്ചറിഞ്ഞവർക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ ഈ C-130 അമേരിക്ക തകർത്തിട്ട് പോയി എന്ന് അമേരിക്ക പറയുന്ന 130 ഞങ്ങൾ തകർത്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ തകർത്തു എന്ന് പറയുന്നതിന് ഇത്രയുമൊക്കെ വിലയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇത് കാരണം 48 മണിക്കൂർ അവരുടെ രാജ്യത്തിലുണ്ടായിരുന്ന ഒരു അമേരിക്കൻ പട്ടാളക്കാരനെ പിടിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. ഈ അമേരിക്കൻ പട്ടാളക്കാർ ഈ ആളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഏകദേശം 5000-ഓളം ഇറാനിയൻ പട്ടാളക്കാരാണ് ഇയാളെ പിടിച്ചെടുക്കാൻ വേണ്ടി ആ പ്രദേശത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നും മനസ്സിലാക്കണം. IRGCയുടെയും അവരുടെ ബസീജ് ഫോഴ്സിൻ്റെയുമായിട്ടുള്ള പട്ടാളക്കാരൻ നിയർലി 5000 ആളുകളെയാണ് ഈ ഒരു അമേരിക്കൻ പൈലറ്റിനെ പിടിച്ചെടുക്കാൻ വേണ്ടി അവരവിടെ ഡിപ്ലോയ് ചെയ്തത്. പക്ഷേ അവരെ കൊണ്ട് സാധിച്ചില്ല. അമേരിക്കയിൽ നിന്ന് വന്ന പട്ടാളക്കാരെ കൂളായിട്ട് ഇയാളെ പൊക്കിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും അതിനിടയിലൂടെ ഉണ്ടായ എക്സ്ചേഞ്ചിൽ ഏകദേശം 5 IRGC ഭടന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ മറ്റ് എന്ത് സംവിധാനങ്ങളാണ് തകർക്കപ്പെട്ടതെന്ന് അറിയില്ല. കാരണം അവർക്ക് എയർഫോഴ്സ് ഇല്ല എന്ന് നമുക്കറിയാം. ഈ ഒരു ഏരിയയിൽ ഇവരുടെ ഡ്രോൺ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സെർച്ചിങ് സംവിധാനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇറാൻ നിശ്ചയമായിട്ടും അത് സെർച്ച് ചെയ്യാൻ ശ്രമിച്ചേനെ. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരുടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അത്തരം സെർച്ചിങ് ഒന്നും അവരെ കൊണ്ട് സാധ്യതമായിട്ടില്ല. അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ചുള്ള വാർത്ത. 2 യുദ്ധം സാധാരണ പോലെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നുമൊക്കെ മിസൈലുകൾ അയക്കുകയും ഒക്കെ നടക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ ആക്രമണങ്ങൾ ധാരാളമായി സംഘടിപ്പിക്കുന്നുണ്ട്. UAE-യിലേക്ക് ഇന്നലെ മാത്രം, ഞായറാഴ്ച മാത്രം ഇറാൻ 60 പ്രൊജക്ടൈൽസ് അയച്ചിട്ടുണ്ട്. ആ 60 പ്രൊജക്ടൈൽസിൽ 9 ബാലിസ്റ്റിക് മിസൈലുകളാണ്, 1 ക്രൂസ് മിസൈലാണ്. കൂടാതെ 50 ഡ്രോൺസും ഇന്നലെ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പൊട്ടുപൊടിയൊക്കെ വീണ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്കാരടക്കമുള്ള ആളുകൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. ഇനി UAE-യിലേക്ക് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവരയച്ചിട്ടുള്ള മൊത്തം മിസൈൽ, ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം 507 ക്രൂയിസ് മിസൈലുകൾ അവരയച്ചിട്ടുള്ളത് 24 എണ്ണമാണ്. കൂടാതെ 2191 ഡ്രോണുകൾ അയച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഇവർ കുവൈറ്റിനെയും ബഹ്റൈനെയും ഇറാഖിനെയും ആക്രമിച്ചിട്ടുണ്ട്. കുറഞ്ഞ തോതിലാണെങ്കിലും ഒമാനെയും ഖത്തറിനെയും ആക്രമിച്ചിട്ടുണ്ട്.
അപ്പം ഇവർ വാസ്തവത്തിൽ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുള്ള ഡ്രോണുകളെക്കാളും ബാലിസ്റ്റിക് മിസൈലുകളെക്കാളും ക്രൂസ് മിസൈലുകളെക്കാളൊക്കെ എത്രയോ അധികമാണ് ഈ അറേബ്യൻ റീജിയനിലേക്ക് അയച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഷിയ മുസ്ലിങ്ങൾക്ക് സുന്നികളോടുള്ള കടുത്ത വിരോധം, അവർ അമേരിക്കൻ പക്ഷത്തേക്ക് നിൽക്കുന്നു എന്നുള്ള വിരോധം, അവർ അബ്രാഹാം അക്കോർഡിൽ ഒപ്പിടുന്നു എന്ന വിരോധം, ഇത്തരം വിരോധങ്ങളുടെ പേരിൽ സുന്നികളോടുള്ള കടുത്ത വൈരാഗ്യം അവർ പൂർണ്ണമായും ഈ യുദ്ധത്തിൽ പ്രകടിപ്പിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചതിൻ്റെ എത്രയോ ഇരട്ടി ആയുധങ്ങൾ അവർ ഈ ആക്രമണത്തിന് 507 ബാലിസ്റ്റിക് മിസൈലുകളാണ് യു എയിലേക്ക് അയച്ചത്. യു എ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 150-200 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന രാജ്യമാണ്. അതിൽ ദുബായും അബുദാബിയുമാണ് ആക്രമിക്കപ്പെട്ട പട്ടണങ്ങൾ പ്രധാനമായിട്ടും. ഇതൊക്കെ ഒരു 100-300 കിലോമീറ്റർ റേഞ്ചിനുള്ളിൽ കിടക്കുന്നതാണ്. അവിടേക്ക് ഒരു കാരണവശാലും ബാലിസ്റ്റിക് മിസൈൽ അയക്കേണ്ട ആവശ്യമില്ല, ക്രൂസ് മിസൈലുകൾ മതി. പക്ഷേ ക്രൂസ് മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ ആകാശത്ത് പോയിട്ട് താഴോട്ട് വീഴുന്നത് കൊണ്ട് ഭയങ്കര വേഗതയാണ്. അപ്പോൾ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യരുത്, കൃത്യമായിട്ട് ഇവൻ്റെ തലക്കിട്ട് തന്നെ വീഴണം എന്ന് വിചാരിച്ചാണ് ഇത്രയധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനോടുള്ള ഇറാൻ്റെ ഒരു അസൂയ, നല്ലതുപോലെ ജീവിക്കുന്നവനോടുള്ള വലിയ കണ്ണിക്കടി, അത് എത്ര വലുതാണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്ന ഒരെണ്ണം ഈ സുന്നി ഷിയ സ്പ്ലിറ്റ് വളരെ ക്ലിയറായി വന്നു എന്നുള്ളതാണ്. തങ്ങളുടെ മെഹദി വരണമെങ്കിൽ അവസാനത്തെ ജൂതനെ വരെ കൊന്നു തീർക്കണമെന്ന ഷിയായുടെ വിശ്വാസത്തിനെതിരായി സുന്നികൾ നിൽക്കുന്നു, ഇസ്രായേലുമായിട്ട് അബ്രാഹാം അക്കോർഡിൽ ഒപ്പിടുന്നു, അമേരിക്കയുമായിട്ട് കൂട്ടുകൂടുന്നു എന്നുള്ള ആ ഒരു വലിയ വിരോധമാണ് വാസ്തവത്തിൽ ഈ ആക്രമണത്തിനുള്ളിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനിടയിലൂടെ ശനിയാഴ്ച ട്രംപ് ഇവർക്കൊരു ഡെഡ് ലൈൻ കൊടുത്തിരുന്നു. അതായത് നേരത്തെ ഒരു 10 ദിവസത്തെ ഒരു സമയം ഇറാൻ കൊടുത്തിരുന്നു. 10 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു കരാറിലെത്തുക, ഹോർമസ് ഫ്രീ ആക്കുക എന്നുള്ളൊരു സമയം കൊടുത്തിരുന്നു. ആ 10 ദിവസം ഈ ചൊവ്വാഴ്ചയോടെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയോടെ തീരുകയാണ് എന്നുള്ള ഒരു അൾട്ടിമേറ്റം ശനിയാഴ്ച ട്രംപ് കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം അത് കുറച്ച് കടുത്ത ഭാഷയിലാണ് പറഞ്ഞത്. ട്രൂത്ത് എക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം അത് എഴുതിയത്. ട്രംപ് തന്നെ ആയിരിക്കണം എഴുതിയത്, കാരണം അത്രയും മുട്ടം തെറി പറയാൻ പുള്ളിയെ കൊണ്ട് പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്: ട്യൂസ്ഡേ വിൽ ബി ദ പവർ പ്ലാന്റ് ഡേ, ദ ബ്രിഡ്ജ് ഡേ, ഓൾ റാപ്ഡ് ഇൻ വൺ ഇൻ ഇറാൻ. ദർ വിൽ ബി നത്തിങ് ലൈക്ക് ഇറ്റ്. ഓപ്പൺ ദ fucking straight, you crazy bastards, or you'll be living in hell. Just watch. Praise be to Allah. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതാണ്: ചൊവ്വാഴ്ച ഒരൊറ്റ പാക്കേജായിട്ട് നിങ്ങളുടെ പവർ പ്ലാന്റുകളും ബ്രിഡ്ജുകളും ഞാൻ തീർത്തിരിക്കും. എല്ലാം കൂടെ ഒറ്റ പാക്കേജാണ്, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തീർത്തിരിക്കും. അതുപോലെ ഒരെണ്ണം നിങ്ങളിതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല, ഇനി കാണാനും പോകുന്നില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ മര്യാദയ്ക്ക് പോയിട്ട് ഹോർമുസ് കടലെടുത്ത് തുറന്നോളൂ. അതിൻ്റെ കൂടെ പുള്ളി ഒരു മുട്ടൻ തെറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം കൂടെ കൂടി ഞാൻ നിങ്ങളുടെ അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നു എന്നൊരു വാക്കും കൂടിയാണ് അദ്ദേഹം ഇതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് പ്ലാറ്റ്ഫോമിലുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് സമയം മുൻപ് അദ്ദേഹം ആ സമയം ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ എന്നുള്ളത് ചൊവ്വാഴ്ച വൈകിട്ട് വരെ, ചൊവ്വാഴ്ച 8 PM ഈസ്റ്റേൺ ടൈം. ഇറാനിലെ ചൊവ്വാഴ്ച 8 മണി എന്നുള്ള സമയമാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായിട്ടുണ്ട്. അതും ട്രൂത്ത് സോഷ്യലിൽ തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇറാൻ്റെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറ്റുമെങ്കിൽ നീ ചെയ്തോടാ പ്രാന്താന്നൊക്കെയുള്ള മട്ടിലുള്ള പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് IRGCയുടെ സ്പോക്സ് പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളത്. നീ ഇതുപോലെ പല തരത്തിലുള്ള വാർണിങ്സ് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതൊക്കെ പുല്ലാണ്, ഇതിനും വലുത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സാധാരണ 2 പേര് ഗുസ്തി ഈ റിങ്ങിനകത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ വാക്കുകളും ട്രംപ് അങ്ങോട്ടും അവരിങ്ങോട്ടും പ്രയോഗിച്ചായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് തലയ്ക്കകത്ത് ചോറുള്ള മനുഷ്യർ ഇടപെടുന്നുണ്ട്. ഇറാൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി തലത്തിലുള്ള ആള് ഒമാൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയുമായി വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചയിലാണ്. ഹോർമുസ് കടലിടുക്ക് എങ്ങനെ കമ്പൈൻഡ് ആയിട്ട് തുറക്കാം. നമുക്കറിയാവുന്ന ഹോർമുസ് കടലിടുക്കിൻ്റെ ഓണർഷിപ്പ് പകുതി ഇറാനും പകുതി ഒമാനുമാണുള്ളത്. ഇതിന് നടുക്ക് ഒരു 1.5 കിലോമീറ്റർ ഇൻ്റർനാഷണൽ വാട്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു ലെവി പിടിച്ചുകൊണ്ട് എങ്ങനെ ഇത് തുറക്കാമെന്നതിനെക്കുറിച്ചായിരിക്കണം ഇവർ ചർച്ച ചെയ്യുന്നത് എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും വിദേശകാര്യമന്ത്രി തലത്തിലും ധാരാളം ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു ലെവലിലും ഈ ചർച്ച പുരോഗമിക്കുന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ആക്സം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോയിറ്റേഴ്സും ഇതേ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടർക്കിയും പാകിസ്ഥാനും ഈജിപ്തും ചേർന്നുള്ള മധ്യസ്ഥ ശ്രമം നിലവിലുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു സംഗതി നേരിട്ടുള്ള ചർച്ച നടക്കുന്നു എന്നുള്ളതാണ്. വിറ്റ്കോഫും ജാവേദ് കുഷ്ണറും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അരാക്ചിയുമായി, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അരാക്ചിയുമായി
നേരിട്ടിടപെടുന്നുണ്ട്, നേരിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പം നേരിട്ട് തന്നെ മീഡിയേറ്റേഴ്സ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംഗതി നടക്കുന്നു എന്നുള്ളൊരു കാര്യവും ഇതിനിടയിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ദെൻ ഇറാനിലെ മന്ത്രിതലത്തിലുള്ള ആളുകളൊക്കെ അമേരിക്കയോട് ആക്രമിക്കരുത്, അത് സിവിൽ കുറ്റമാണ്, വാർ ക്രൈമാണ്, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഇടപെടരുത് എന്നുള്ള മെസ്സേജുകൾ നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായി പുറത്തു വന്ന ഒരു സംഗതി, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സുപ്രീം ലീഡർ ഓഫ് ഇറാൻ ഇൻ ഇന്ത്യ അബ്ദുൾ മജീദ് ഹക്കീം എന്ന് പറയുന്ന ആൾ പറഞ്ഞത് പാകിസ്ഥാന് ഈ മീഡിയേഷനിൽ യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് റോളും ഇല്ല, പാകിസ്ഥാൻ വെറുതെ അലമ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മുട്ടിലുള്ള പ്രസ്താവന അദ്ദേഹത്തിനുണ്ടായി. ഇന്ത്യ ഇതിൽ ഇടപെടണം എന്ന് പരസ്യമായി ഇറാന് വേണ്ടി അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ ഫോറിൻ മിനിസ്ട്രി ലെവലിൽ മനസ്സിലാക്കുന്നത് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അരാക്ചി ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറുമായി ദീർഘമായി ഈ വിഷയം സംസാരിച്ചു എന്നും ജയശങ്കർ ഖത്തറുമായും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി ഈ വിഷയം സംസാരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്ത്യ വീണ്ടും ഇതിൻ്റെ മീഡിയേറ്റർഷിപ്പിലേക്ക് വരുന്നു, വളരെ സീരിയസ് ആയിട്ടൊരു മീഡിയേഷൻ. അപ്പോൾ ഇന്ത്യക്കറിയാം ഇതിനകത്തൊരു മീഡിയേഷൻ, ഇതിലെ യു എസിന് വേണ്ട ഉറപ്പുകളെക്കുറിച്ച് പറയുന്നത് യു എസിന് ആവശ്യമുള്ളത് യുറേനിയം എന്ന് പറയുന്നൊരു സംഗതി, അത് ഇറാനെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യാനാവില്ല. അതുപോലെ അവർക്ക് ഹോർമുസ് കടലിലേക്ക് തുറന്നു കൊടുക്കണം. ഈ രണ്ട് ആവശ്യങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരിക. യുറേനിയം ഒന്നുകിൽ അവർ അമേരിക്കയ്ക്ക് കൈമാറണം, അല്ലെങ്കിൽ അതിൻ്റെ എൻറിച്ച്മെൻറ്റ് ലെവൽ 5% താഴേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത് പോലെ ഏകദേശം 60% മേലെ എൻറിച്ച് ചെയ്ത 450 കിലോഗ്രാം യുറേനിയം ഇറാൻ്റെ കയ്യിലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ഒന്നുകിൽ കൈമാറ്റം ചെയ്യണം അമേരിക്കയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ എൻറിച്ച്മെൻറ്റ് ലെവൽ 5% താഴേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഡിമാൻഡാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും വരുന്നത്. 2 ഹോർമുസ് കടലിലേക്ക് തുറക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഡിമാൻഡുകൾ യു എസിൻ്റെ ഭാഗത്തു നിന്നും മറുഭാഗത്ത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇതൊരു സീസ് ഫയറിനെ ബേസ് ചെയ്തിട്ടാണ്. 45 ദിവസത്തെ സീസ് ഫയറാണ് ഇവർ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. 45 ദിവസത്തെ സീസ് ഫയറിനുള്ളിൽ ബാക്കിയെല്ലാം ശരിയാക്കാം. അപ്പോൾ ഒരു തുടക്കം എന്ന നിലയിൽ ഈ ഒരു കാര്യം ഇറാൻ സമ്മതിക്കണം. തിരിച്ച് ഇറാൻ പറയുന്നത് 45 ദിവസത്തെ സീസ് ഫയർ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. സീസ് ഫയർ ആണെങ്കിൽ പെർമനൻറ്റ് സീസ് ഫയർ ആണ്. പക്ഷേ അത് ഗാസയിലോ ലെബനോണിലോ ചെയ്തതുപോലത്തെ സീസ് ഫയർ ആകരുത്. ഗാസയിലും ലെബനോണിലൊക്കെ സീസ് ഫയർ ഉണ്ടായി. പക്ഷേ ആ സീസ് ഫയറിൻ്റെ അർത്ഥം ഗാസയിൽ നിന്ന് ഹമാസ് ആക്രമിക്കരുത്, ലെബനോണിൽ നിന്ന് ഹെസ്ബുളെ ആക്രമിക്കരുത്, ഇസ്രായേലിന് തോന്നുമ്പം ഇസ്രായേൽ അവിടെ കയറി ആക്രമിക്കും എന്നുള്ളതാണ് അവിടുത്തെ സീസ് ഫയർ. അത്തരം ഒരു സീസ് ഫയർ ഞങ്ങളുടെ മേലെ പറ്റില്ല. സീസ് ഫയർ ഉണ്ടെങ്കിൽ പിന്നെ ഇസ്രായേൽ ഞങ്ങളെ ആക്രമിക്കരുത് എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് വലിയ റിസ്ക്കാണ്. ഇപ്പോൾ ഇന്ത്യ ഇതിൻ്റെ ഇടയിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഇതിൽ അമേരിക്ക ആയിക്കോട്ടെ ഇറാൻ ആയിക്കോട്ടെ വാക്ക് പാലിക്കുന്ന ഒരു ഗ്യാരണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒറ്റയ്ക്ക് എന്തായാലും ഇതിൻ്റെ ഒരു മീഡിയേറ്റർഷിപ്പിന് പാകിസ്ഥാനെ പോയി ഇറങ്ങി പുറപ്പെടാൻ ഇന്ത്യ ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ ഇന്ത്യ അതുകൊണ്ടായിരിക്കണം ഗൾഫ് രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കാൻ ശ്രമിക്കുന്നത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെയും ഖത്തറിൻ്റെയും. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളും എല്ലാമായിട്ടും സൗദി അറേബ്യയുമായിട്ടായിക്കോട്ടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായിട്ടും ഇസ്രായേലുമായിട്ടും ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമുണ്ട്. യു എസുമായിട്ടും ബന്ധമുണ്ട്, ഇറാനുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഈ നല്ല ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മീഡിയേറ്റർഷിപ്പ് കോർഡിനേറ്റ് ചെയ്യുവാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ആ ഒരു സാധ്യതയെ മുതലെടുക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പം ആ നിലയ്ക്ക് മധ്യസ്ഥ ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി കാണുന്നുണ്ട്. അതിനിടയിലൂടെ ചൈന ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം സോഡിയം പെർക്ലോറേറ്റ് അടക്കമുള്ള മിസൈൽ നിർമ്മാണ വസ്തുക്കൾ ധാരാളമായി ഇറാനിലേക്ക് കയറ്റി അയച്ചു എന്നുള്ള വാർത്തകളും അതിലൂടെ പുറത്തു വരുന്നുണ്ട്.